90% കമ്മ്യൂണിക്കേഷനും സംസാരിക്കുന്നതല്ല, മറ്റുള്ളവരുടെ മനസ്സ് തയ്യാറാക്കുന്നതാണ്. ഒരു ദിവസം ഒരാൾ വിശന്ന് വലഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, എൻ്റെ വിശപ്പ് മാറ്റാനായിട്ട് ഇവിടെ എന്താണുള്ളത്? ഇത് കേട്ട് റെസ്റ്റോറൻറ്റ് ഓണർ പറഞ്ഞു, ഇവിടെ നല്ല മസാല വടയുണ്ട്, അത് ഉറപ്പായിട്ടും താങ്കളുടെ വിശപ്പ് ശമിപ്പിക്കും. അവൻ അയാളോട് വീണ്ടും ചോദിച്ചു, എൻ്റെ വിശപ്പ് അകറ്റാനുള്ള മസാല വടയുടെ വില എത്രയാണ്? റെസ്റ്റോറൻറ്റ് ഓണർ പറഞ്ഞു, 5 രൂപ. ഇത് കേട്ട് അവൻ വട ഓർഡർ ചെയ്യാൻ തുടങ്ങി. 1, 2, 3, അവസാനം 7 വട വരെ കഴിച്ചു. ആ സമയത്ത് ബേറർ വിളിച്ചു പറഞ്ഞു, 35 രൂപ. അവൻ ശാന്തമായി പറഞ്ഞു, എൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരുന്നു. ഞാൻ തുടക്കത്തിൽ താങ്കളോട് ചോദിച്ചത് എൻ്റെ വിശപ്പ് മാറ്റാനുള്ള വടയുടെ വില എത്രയാണെന്നാണ്. ആ സമയത്ത് താങ്കൾ എന്നോട് പറഞ്ഞത് 5 രൂപ എന്നാണ്. എൻ്റെ വിശപ്പ് ശമിച്ചത് 7ാമത്തെ വടയിലാണ്. അതുകൊണ്ട് ഞാൻ 5 രൂപയെ തരൂ. ഇവിടെ പ്രശ്നം വടയല്ല, കമ്മ്യൂണിക്കേഷനാണ്. ആ റെസ്റ്റോറൻറ്റ് ഓണർ 6 വട കൊടുത്തു, പക്ഷേ 7ാമത്തെ വട കൊടുത്തില്ല. അതായത് ഒരു വടയുടെ വിലയാണ് 5 രൂപ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃഷിയിടം തയ്യാറാക്കാതെ എത്ര നല്ല വിത്ത് വിതച്ചാലും അത് മുളയ്ക്കില്ല. റിസീവറിൻ്റെ മനസ്സ് തയ്യാറാക്കാതെ നിങ്ങൾ എത്ര മനോഹരമായിട്ട് പ്രസൻറ്റേഷൻ ചെയ്താലും പിച്ച് ചെയ്താലും പ്രോഡക്റ്റ് വിൽക്കാൻ ശ്രമിച്ചാലും അതൊന്നും വർക്കാവില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചോദിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് നിങ്ങളോട് പറയുന്നത് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ആദ്യത്തെ 6 വടകൾ വിൽക്കാതെ 7ാമത്തെ വട വിൽക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. ഭഗവത്ഗീതയിൽ ആദ്യ ചാപ്റ്ററുകളിലെല്ലാം തന്നെ അർജുനൻ്റെ മനസ്സ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അർജുനൻ്റെ മനസ്സ് റെഡിയായതിനു ശേഷമാണ് കൃഷ്ണൻ പറയുന്നത് എഴുന്നേറ്റ് യുദ്ധം ചെയ്തോളൂ എന്ന്. നമ്മൾ തിരിച്ചറിയേണ്ടത്, കമ്മ്യൂണിക്കേഷനിൽ ആദ്യം മൈൻഡ് പ്രിപ്പറേഷനാണ്, പിന്നീടാണ് കോൺവെർസേഷൻ. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.